US ഫെഡ് 50 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയത് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ എക്കോണമിയിലും പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഇൻഫ്ലോ ഉയരുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി ഇൻഡെക്സ് 413 പോയിൻ്റാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം മാത്രം നിഫ്റ്റി 1.48% ഉയർന്ന് ലൈഫ് ടൈം ഹൈ ആയ 25,790 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ ആയി 25,849 എന്ന ലെവൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ US-ൻ്റെയും ഇന്ത്യയുടെയും ബോണ്ട് ഈൽഡ് ഇടിഞ്ഞത് ഇക്വിറ്റി എന്ന അസറ്റ് ക്ലാസ്സിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുമെന്ന് പല റിസർച്ച് അനലിസ്റ്റുകളും പറയുന്നു. ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ തുടരുമ്പോഴും പല സ്റ്റോക്കുകളും 40% കറക്ഷനിൽ ലഭ്യമാണ്. കൂടാതെ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസം ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്തു. അങ്ങനെ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 10% ഉയർന്ന് 1,846 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 48,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 56.56, ഡിവിഡൻഡ് ഈൽഡ് 0.49%, 52 വീക്കിലോ 435, 52 വീക്ക് ഹൈ 2,979. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനി ഫഡ്സ ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുന്നതോടുകൂടി $30 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ ഉണ്ടാകുമെന്നുള്ള വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനി അട്രാക്റ്റീവ് ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 14 രൂപ 50 പൈസയാണ് കമ്പനി ഡിവിഡൻഡായി നൽകിയത്. റീസെൻ്റ്ലി കമ്പനി 2 രൂപ 25 പൈസയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരുന്നു. ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് വെള്ളിയാഴ്ചയായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 246% റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 170% റിട്ടേണും 6 മാസം കൊണ്ട് 110% റിട്ടേണും നൽകി. അതേസമയം സ്റ്റോക്ക് ടെക്നിക്കലി വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്. 10 ഡേ, 20 ഡേ, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയും 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും മുകളിലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ടെക്നിക്കലി സ്റ്റോക്ക് ഓവർ സോൾഡ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഓവർ സോൾഡ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1630 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 1630 വരും സമയങ്ങളിലും സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 2000 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും സപ്പോർട്ട് 1800, 1700, 1630 തുടങ്ങിയ ലെവലുകളിലും റെസിസ്റ്റൻസ് 1860, 2050 തുടങ്ങിയ ലെവലുകളിലുമാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും 40% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നെങ്കിലും സ്റ്റോക്കിൽ ഇതുവരെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആയിട്ടില്ല. സ്റ്റോക്ക് 3000 രൂപയിൽ നിന്നും 1600 രൂപയിലേക്കുള്ള ഡൗൺവേർഡ് ട്രെൻഡിനിടയിൽ പലപ്പോഴും ഈ രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിലുകൾ സ്റ്റോക്കിൽ ഫോം ചെയ്തെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ ബിയറിഷ് ട്രെൻഡ് തുടരുകയാണ്. ഇവിടെ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 1650, 1700 തുടങ്ങിയ ലെവലുകൾ പരിഗണിക്കാവുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ തന്നെ ഷിപ്പ്യാർഡ് സെഗ്മെൻറ്റിലെ മസഗോൺ ഡോക്കിലും സമാനമായ ചാർട്ട് പാറ്റേണാണ് കാണുന്നത്. 4025 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 4025 എന്ന ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ കാണാൻ സാധിച്ചു. ഇവിടെയും നമ്മൾക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുകയില്ല. അതേസമയം സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിലും ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിലും ലഭിക്കുന്നു. റെയിൽവേ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും സമാനമായ ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം റെയിൽ സെക്ടറിലെ റൈറ്റ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 10% ഉയർന്ന് 375 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 21.18, ഡിവിഡൻഡ് ഈൽഡ് 4%, 52 വീക്ക് ഹൈ 412, 52 വീക്കിലോ 216. റൈറ്റ്സ് എന്ന കമ്പനിയുടെ ബോണസ്, ഡിവിഡൻഡ് തുടങ്ങിയവയുടെ റെക്കോർഡ് ഡേറ്റ് ആയിരുന്നു സെപ്റ്റംബർ 20 ഈ റെക്കോർഡ് ഡേറ്റിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ 12% റാലി വന്നത്. അതേസമയം റൈറ്റ്സ് എന്ന കമ്പനിക്ക് വളരെ പ്രബലമായ പല ഓർഡറുകളും ലഭിക്കുന്നുണ്ട്. റീസെൻ്റ്ലി കമ്പനി NBCC എന്ന കമ്പനിയുമായി ചേർന്ന് ചില EPC പ്രോജക്റ്റുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. അതോടൊപ്പം തന്നെ UP സ്റ്റേറ്റ് ബ്രിഡ്ജ് കോർപ്പറേഷൻ്റെ ചില കോൺട്രാക്റ്റുകളിൽ കമ്പനി ലോവസ്റ്റ് ബിഡറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് എന്ന കമ്പനി സിവിൽ വർക്ക്, സൂപ്പർവിഷൻ, മോണിറ്ററിംഗ്, ക്വാളിറ്റി കൺട്രോൾ, വർക്ക് സോൺ സേഫ്റ്റി, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, റെയിൽവേ അണ്ടർ ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്, ഫ്ലൈ ഓവർ, എലിവേറ്റഡ് റോഡ്സ് തുടങ്ങിയവയിലാണ് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ കമ്പനിയാണ്. കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസും 5 രൂപയുടെ ഡിവിഡൻഡുമാണ് നൽകുന്നത്.
റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. 400 പ്രധാന റെസിസ്റ്റൻസ് 375 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാൻ താല്പര്യമുള്ളവർക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബോക്സ് രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടാണ് റൈറ്റ്സ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. റെയിൽവേ സെക്ടറിൽ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് RVNL ആണ്. RVNL എന്ന സ്റ്റോക്കിൽ ഏകദേശം ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ വരികയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കും സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 500 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 500-ന് അടുത്ത് വരെ ഇടിഞ്ഞെങ്കിലും അവിടെ നിന്നും ഒരു ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം വന്ന് സ്റ്റോക്കിനെ 544 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 550, 580 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 600 സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 600 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ പ്രീവിയസ് ഹൈ ആയ 680, 675 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്